ഇന്നലെ ഞാൻ സൂചിപ്പിച്ച ടെസ്റ്റമെൻറ്റ് ദ ലൈഫ് ഓഫ് മോസസ് എന്ന വെബ് സീരീസ് മോശയെ വെള്ളത്തിൽ നിന്ന് എടുത്ത് വളർത്തുന്ന അമ്മയ്ക്കൊരു പ്രത്യേക സ്ഥാനം കൊടുക്കുന്നുണ്ട്. ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് മോശ യാത്ര പുറപ്പെടുമ്പോൾ ഈ അമ്മ വന്നിട്ട് മോശയോട് പറയും, നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരും. അങ്ങനെ ഒരു ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ കൂടി യാത്രയാണ്. ഇവർക്ക് ഒരു പേര് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കൊടുക്കുന്നില്ല, ഫറവോയുടെ പുത്രി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ പിന്നീട് ജൂയിഷ് ട്രഡീഷൻ ഇവർക്കൊരു പേര് കൊടുക്കുന്നുണ്ട്. ദിനവൃത്താന്തം 1-ാം പുസ്തകത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ബിത്യ എന്ന് അവർ വിളിക്കുന്നത്. ബിത്യ ഹീബ്രു വാക്കാണ്, 2 വാക്കാണ്. ഡോട്ടർ ഓഫ് യാഹ്വ എന്നർത്ഥം, എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ മകൾ എന്നർത്ഥം. ദൈവത്തിൻ്റെ മകൾ എന്ന പേര് ബൈബിളിൽ വേറെ ആർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു പേര്. പക്ഷെ അത് ഇവർക്ക് കിട്ടി. മറ്റൊരു കാര്യം, ദൈവം അയക്കുന്ന 10ാമത്തെ മഹാമാരി ആദ്യജാതരുടെ മരണമാണ്. ഇവർ ഫറവോയുടെ ആദ്യത്തെ പുത്രിയാണ്, പക്ഷെ ഇവർ കൊല്ലപ്പെടുന്നില്ല. കാരണം എന്താ? ദൈവത്തിൻ്റെ ജനതയെ രക്ഷിക്കാൻ വരുന്ന മോശയെ രക്ഷപ്പെടുത്തിയവളാണ്. അതുകൊണ്ട് ദൈവം കൊടുക്കുന്ന പ്രത്യേക കൺസിഡറേഷനാണ്, ഫേവറാണത്. ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവളാണ് ബിത്യ, മോശയുടെ വളർത്തമ്മ. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയ മറ്റൊരു പെൺകുട്ടി, പേര് മറിയം. ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിൽ ഈ ലോകം മുഴുവൻ രക്ഷിക്കാൻ വരുന്നവന് ജന്മം കൊടുക്കാൻ പോകുന്ന അമ്മ, ജന്മം കൊടുത്ത അമ്മ, ദൈവത്തിൻ്റെ അമ്മ. ദൈവകൃപയിൽ ഇടം കണ്ടെത്തിയവളാണ് മറിയം. ദൈവകൃപയിൽ ഇടം കണ്ടെത്താൻ എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്?